CPIM നന്നാക്കികൾ രംഗത്തിറങ്ങിയിട്ടുണ്ട്. CPIMനെ നന്നാക്കിയേ അടങ്ങൂ എന്ന വാശിയിലാണ് ഇവരൊക്കെ. അതിൽ ഇടതുപക്ഷ സഹയാത്രികരുമുണ്ട്. നേരത്തെ ഇവർ രംഗത്തിറങ്ങിയിരുന്നു. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പായിരുന്നു. ഇനിയൊരു തുടർഭരണമോ, തുടർഭരണം വന്നാൽ CPM ഇല്ലാതാകും എന്നായിരുന്നു അന്ന് പറഞ്ഞത്. അതിൽ CPIMനെ ഒന്നുകൂടി നന്നാക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ആരൊക്കെയാണ്? സച്ചിദാനന്ദൻ മാഷ്. അദ്ദേഹം നേരത്തെ തന്നെ CPIMനെ നന്നാക്കാൻ കുളിച്ചു കുപ്പായമിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതിനുശേഷം സെബാസ്റ്റ്യൻ പോൾ CPIMന്റെ MP ആയിരുന്നു, MLA ആയിരുന്നു. അദ്ദേഹവും ഇറങ്ങിയിട്ടുണ്ട്. ഇക്ബാൽ ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം കേരള സർവകലാശാലയിലെ വൈസ് ചാൻസലർ ആയിരുന്നു ഇടതുപക്ഷ ഭരണകാലത്ത് എന്നോർക്കണം. ഇപ്പോഴിതാ മുകുന്ദനും രംഗത്ത് ഇറങ്ങി. അദ്ദേഹം വീക്ഷണം ദിനപത്രത്തിൽ എഴുതിയ ലേഖനമാണ്. ആ ലേഖനത്തിലാണ് CPIMനെതിരെ വിമർശനം ഉയർത്തിയിരിക്കുന്നു. എന്താണ് തലക്കെട്ട്? മാതൃഭൂമി വീക്ഷണത്തിൽ വന്ന ലേഖനത്തെ അധികരിച്ച് ഒരു വാർത്തയും കൂടി കൊടുത്തിട്ടുണ്ട്. സമ്പത്ത് വന്നപ്പോൾ CPM ജനങ്ങളെ മറന്നു. കോൺഗ്രസ് മുഖപത്രത്തിൽ CPMനെ മുകുന്ദൻ്റെ രൂക്ഷ വിമർശനം എന്നാണ് മാതൃഭൂമി കൊടുത്ത തലക്കെട്ട്. അതിൽ പറയുന്നു, കയ്യിൽ കുമിഞ്ഞുകൂടിയ സമ്പത്തും അധികാരവും കാരണം നാടിനെ മറന്നതുകൊണ്ടാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM ദയനീയമായി തോറ്റതെന്ന് എഴുത്തുകാരൻ മുകുന്ദൻ. കോൺഗ്രസ് മുഖപത്രം വീക്ഷണത്തിൻ്റെ ഓണപ്പതിപ്പ് ലേഖനത്തിലാണ് ഇടതുപക്ഷ സഹയാത്രികനായ മുകുന്ദൻ്റെ വിമർശനം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനു നേരെയും ലേഖനത്തിൽ കടുത്ത വിമർശനമുണ്ട്. CPMൽ വിഭാഗീയത രൂക്ഷമായ കാലത്ത് പോലും പിണറായി വിജയനെ പിന്തുണച്ചാണ് മുകുന്ദൻ സംസാരിച്ചിരുന്നത്. ലോകകപ്പ് ഫുട്ബോളിൽ ബ്രസീൽ തോറ്റതുമായാണ് ഫുട്ബോൾ മൈതാനത്ത് വീണ കണ്ണീർ എന്ന ലേഖനത്തിൽ മുകുന്ദൻ CPMന്റെ തോൽവിയെ തുലനം ചെയ്യുന്നത്. ബ്രസീൽ കളിക്കാർ കളിച്ചത് കാണികൾക്ക് വേണ്ടിയോ രാജ്യത്തിന് വേണ്ടിയോ അല്ലെന്ന് മുകുന്ദൻ പറയുന്നു. ബ്രസീലിലെയും അർജന്റീനയിലെയും കളിക്കാർ അതിസമ്പന്നരാണ്. 1000 കോടിക്ക് മുകളിലാണ് ഓരോരുത്തരുടെയും സമ്പത്ത്. ഇതുപോലുള്ള ഒരാൾ എന്തിന് കളിക്കളത്തിലിറങ്ങി വിയർത്ത് കുളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ലേഖനം തുടരുന്നത്. ഇപ്പോഴിതാ CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ അനിൽകുമാർ മുകുന്ദന് മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ തലക്കെട്ട് CPMന്റെ അനധികൃത സ്വത്തിൻ്റെ തെളിവ് തരണം മുകുന്ദനോടാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത് തന്നെ. CPMന്റെ അനധികൃത സ്വത്തിൻ്റെ തെളിവ് തരണം മുകുന്ദനോടാണ് എന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ വലതുപക്ഷം CPIMനെതിരെ നിരന്തരം നുണകൾ പ്രചരിപ്പിക്കുന്നതിനാൽ പാർട്ടി അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതായി പൊതുബോധം ശക്തമാണ്. CPIM നേതാക്കൾക്കും അനധികൃത സ്വത്തുണ്ട് എന്ന പ്രചാരണവും ശക്തമാണ്. CPIMന്റെ കള്ളപ്പണം പാർക്ക് ചെയ്തിരിക്കുന്നത് ഊരാളുങ്കൽ തൊഴിലാളി സഹകരണ സംഘത്തിലാണെന്ന് KC വേണുഗോപാലും VD സതീശനും എത്രയോ വട്ടം നുണ പറഞ്ഞു. അതിനാൽ ശ്രീ മുകുന്ദൻ വീക്ഷണത്തിലൂടെ പറഞ്ഞതിന് തെളിവ് തരാൻ അദ്ദേഹം ബാധ്യസ്ഥമാണ്. അങ്ങയുടെ കാൽപ്പനികത ഞങ്ങൾക്ക് ഇഷ്ടം തന്നെയാണ്. എന്നാൽ CPIMന്റെ വർഗശത്രുക്കളിൽ കോർപ്പറേറ്റുകൾക്കൊപ്പം നിലകൊള്ളുന്ന BJPയെ പോലെ തന്നെ കോൺഗ്രസും പാർട്ടിയെ ആക്രമിക്കുന്നതിൽ പങ്കുകാരാണ്. വർഗശത്രുവിൻ്റെ പത്രത്തിൽ ലേഖനമെഴുതിയാൽ അത് താങ്കളുടെ നിഷ്കളങ്കമായ കാൽപ്പനിക ജീവിതത്തിൻ്റെ പറ്റിലെഴുതാൻ മനസ്സില്ല. ചുണയുണ്ടെങ്കിൽ മറുപടി പറയണം എന്ന് പറഞ്ഞ് അദ്ദേഹം എണ്ണി ചോദ്യം ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, CPIMന്റെ ഏതു നേതാവിൻ്റെ സ്വത്തിനെ പറ്റിയാണ് താങ്കൾ പറയുന്നത്? 5.5 ലക്ഷത്തിലേറെ അംഗങ്ങളുള്ള CPIMന്റെ ഏത് ഘടകത്തിൻ്റെ കണക്കാണ് താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് കിട്ടാത്തത്? കയ്യിൽ കുമിഞ്ഞുകൂടിയ സമ്പത്തും അധികാരവും കാരണം നാടിനെ മറന്നതുകൊണ്ടാണ് CPIM തോറ്റതെന്ന് മുകുന്ദൻ എഴുതിയത് എത്രയോ സത്യവിരുദ്ധമാണ്. 18,000 കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ട് അഴിമതി പങ്കിട്ട് വിഴുങ്ങിയവരാണ് കോൺഗ്രസും BJPയും. അതുപോലെ CPIMന്റെ കയ്യിൽ കുമിഞ്ഞുകൂടിയതായി താങ്കൾ പറയുന്ന ഏത് സ്വത്തിനെ പറ്റിയും തെളിവില്ലാത്ത എഴുത്ത് തനി മര്യാദകേട് മാത്രം. EDയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും കണ്ടെത്തുന്ന ഏത് സ്വത്തിനെ പറ്റിയാണ് മിസ്റ്റർ മുകുന്ദൻ പറയുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റിയിലെ കള്ളപ്പണക്കഥക്ക് മിസ്റ്റർ മുകുന്ദൻ തെളിവ് ചോദിക്കുമോ? കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എന്തുകൊണ്ട് പിണറായിയെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി മുതൽ VD സതീശനും വരെ ചോദിച്ചത് ഏത് തെളിവിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് സതീശനെ വെളുപ്പിക്കാനിറങ്ങും മുമ്പേ അന്വേഷിക്കാമായിരുന്നില്ലേ? നാടിനെ മറന്നു അമ്മായിയച്ഛനെ കാണാൻ ഓടിയത് ഏത് മുഖ്യമന്ത്രിയാണ് സർ? കേന്ദ്രവുമായി സഹകരണാത്മകതയിലൂടെ സർവകലാശാലകൾ സംഘപരിവാർ താവളമാക്കാൻ അരുനിന്നത് ഏത് മുഖ്യമന്ത്രിയാണ് സർ? LDF നാടിനെ മറന്നുവെങ്കിൽ ഏത് വാഗ്ദാനമാണ് ബാക്കി?
കമ്മ്യൂണിസ്റ്റുകാരുടെ സമരം പ്രദർശന മത്സരമല്ല, വർഗസമരത്തിൽ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ട്. ഉള്ളിൽ തീയില്ലാത്തതിനാലാണോ ലോകത്ത് പലയിടങ്ങളിലും പ്രതിവിപ്ലവം നടന്നത്? വിമോചന സമരം ജയിച്ചത് കമ്മ്യൂണിസ്റ്റുകാരുടെ ഉള്ളിലെ തീ കെട്ടതിനാലാണോ? ബ്രസീൽ താരങ്ങൾ കാണികളെ മറന്ന പോലെ CPIM ജനത്തിനെ മറന്നോ എന്ന ചോദ്യവും ചോദിക്കുന്നുണ്ട് കെ അനിൽകുമാർ. 10 വർഷം കേരളം നേടിയ നേട്ടങ്ങൾ ജനങ്ങളെ ചേർത്ത് നിർത്തി നേടിയതാണ്. ജനങ്ങൾ രാഷ്ട്രീയ പോരാട്ടത്തിൽ താങ്കളെപ്പോലെ കാണികളല്ല. താങ്കൾ വെറും കാഴ്ചക്കാരനായതിൽ നിന്നും താങ്കൾ രാഷ്ട്രീയ ജീവിതം നഷ്ടപ്പെട്ടു പോയ ഒരാളാണെന്ന് സ്വയം വെളിപ്പെടുത്തിയ നിലക്ക് സംവാദത്തിന് പ്രസക്തിയില്ല. അതിനാലാണ് തെളിവ് ചോദിക്കുന്നത്. ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചില്ല, അതുകൊണ്ട് ആരും എഴുതുന്ന എന്തു തോന്നിയാസവും ചുമക്കാൻ സൗകര്യമില്ല. തെളിവ് തരൂ മിസ്റ്റർ മുകുന്ദൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം. ഒരു ആരോപണമാണ്, ഒരു പാർട്ടിയെ തന്നെ കരുതേച്ച് കാണിക്കുന്ന തരത്തിലുള്ള ആരോപണമാണ് മുകുന്ദൻ ഉന്നയിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും എന്തടിസ്ഥാനത്തിലാണ് അത്തരമൊരു ആരോപണം അല്ലെങ്കിൽ അത്തരമൊരു എഴുതിയത് മിസ്റ്റർ മുകുന്ദൻ? അതിന് മറുപടി തരണം എന്നാണ് കെ അനിൽകുമാർ ചോദിക്കുന്നത്. തീർച്ചയായും മുകുന്ദന് ഉത്തരവാദിത്വമുണ്ട്. വളരെയേറെ ജനങ്ങൾ സ്നേഹിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളാണ് മുകുന്ദൻ. അദ്ദേഹം ഒരു കാര്യം പറയുമ്പോൾ അതിന് അടിസ്ഥാനപരമായ ചില സത്യങ്ങൾ ഉണ്ടായിരിക്കണം. അത് വിളിച്ചു പറയാൻ മുകുന്ദൻ തയ്യാറാകണം. അത് പറയണമെന്നാണ് CPIM ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്.